ഇനി ഇപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ഇൻവെന്ററി ഒരുക്കാൻ പോവാണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഒരു സബ് സിസ്റ്റം എടുക്കും, അതിന്റെ ഡിഫറെന്റ് ഓപ്ഷൻ ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. എന്നിട്ട് ഓരോന്നിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതുപോലെ ഓരോന്ന് എങ്ങനെ നമ്മൾ പ്രൈസ് ചെയ്യും, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന കാര്യം. ഇതൊക്കെയാണ് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള സബ് സിസ്റ്റം. നമ്മുടെ വണ്ടിക്ക് ഒരു പവർ ട്രെയിൻ ഉണ്ട്. പവർ ട്രെയിനിലെ എൻജിൻ, ട്രാൻസാക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സ്, അതുപോലെ ഡിഫറൻഷ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുന്ന യൂണിറ്റിലാണ് ട്രാൻസാക്ഷൻ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. സോ പവർ ട്രെയിനിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പവർ പ്ലാന്റ്, അതുപോലെ പവർ ഫ്ലോ പറയുന്ന ഒരു എലമെന്റ് ആണ്. അതായത് നമ്മൾ വണ്ടിയെ പ്രൊപ്പൽ ചെയ്യാനായിട്ട് എനർജി കാണാം. ആ എനർജി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് പവർ ട്രെയിൻ. അത് ഉണ്ടാക്കാൻ വീൽസിലേക്ക് എത്തിക്കാനും ഓക്കെ, അതിനുള്ള സിസ്റ്റം പവർ ട്രെയിൻ. അത് നമുക്ക് മനസ്സിലാക്കണം. ഓർഡർ നോക്കണ്ടോ, ഓർഡർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് ഷാസിക്ക് പറഞ്ഞത് ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് ഫുള്ളി ഫങ്ഷണൽ ആയിട്ട് നമുക്ക് വണ്ടി ഓടാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം അതാണ് ഷാസി എന്ന് പറഞ്ഞത്. ഷാസി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റോഡിലൊക്കെ പണ്ട്, ഇപ്പൊ അങ്ങനെ കാണാറില്ല, പക്ഷെ മുമ്പൊക്കെ ട്രക്സിന്റെ ഷാസി പോകുന്നത് കാണാറുണ്ട്. അതാണ് ഷാസി എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫങ്ഷണൽ ആണ്. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവായിരുന്നു. നമ്മൾ ഈ ഡിസൈൻ പ്രൊസീജിയറിൽ മിക്കവാറും ഷാസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഫ്രെയിമാണ്. ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഷാസി എന്ന് പറയുന്ന ഡെഫിനിഷനിൽ സ്റ്റിക്ക് ചെയ്യേണ്ട, പക്ഷെ നമ്മൾ ഫ്രെയിം എന്നുള്ള രീതിയിൽ എടുക്കാൻ മതി തൽക്കാലം. സോ ഷാസിയുടെ കേസ് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തിനാണ്? പിന്നെ ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. കാര്യങ്ങൾ കോൺസെപ്റ്റലായിട്ട് നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഡിസൈൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്ന കാര്യമാണ്. ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആലോചിക്കേണ്ട അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് ആലോചിച്ചിട്ടുള്ളതാണ് അതിന്റെ കീ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് നമ്മൾ ടയേഴ്സ് യൂസ് ചെയ്യണം, എന്തുകൊണ്ടാണ് ടയേഴ്സ് യൂസ് ചെയ്യണം? ആർക്കെങ്കിലും ഒരു സിമ്പിൾ ആൻസർ പറയാൻ പറ്റും? വൈ ടയേഴ്സ്? എന്തുകൊണ്ട് വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇത്രയുള്ളൂ ടയേഴ്സ് യൂസ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റീസൺ. അപ്പോൾ നമുക്ക് അതാണ് എന്താണ് ഏറ്റവും സിമ്പിളായിട്ട് ആലോചിക്കാനുള്ള ഒരു കാര്യം. ഇത് തന്നെയാണ് എല്ലായിടത്തും. ഇപ്പോൾ ഫസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വിമാനം ഡിസൈൻ ചെയ്ത കേസിൽ നമ്മൾ പ്രസന്റ് ചെയ്തപ്പോഴും ഈ ഒരു അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്തത്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് വിമാനം പൊന്തുന്നു എന്നുള്ളത് എന്നെ അമ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം, ഇപ്പൊ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ എന്താണ് ജനാലയുടെ പുറത്തുകൂടെ കൈ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ കൈ ഇങ്ങനെ ഫ്ലാറ്റ് ആയി പിടിച്ച് അത് നമ്മളൊരു ആംഗിളിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ റൈസ് ചെയ്യും. അപ്പൊ ആ ഒരു ഫിനോമിന, ആ ഒരു സംഭവം തന്നെയാണ് വിമാനം പൊങ്ങാനുള്ള കോൺസെപ്റ്റ്. കുറച്ചും കൂടി മെക്കാനിക്കലായിട്ട് പറഞ്ഞാൽ ന്യൂട്ടന്റെ 3 ലോസ് അത് വെച്ചിട്ടാണ് വിമാനം പൊങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളൊരു കാറ്റത്ത് നമ്മളൊരു തകിട് പോലത്തെ ഒരു സാധനം ഒരു ആംഗിളിൽ വെക്കുന്നു. അപ്പോൾ എയർ വന്നതുമാ തട്ടി എയർ ഡിഫ്ലക്റ്റഡ് ആവുന്നു. എയർ ഡിഫ്ലക്റ്റഡ് ആവുമ്പോൾ ആ ഡിഫ്ലക്റ്റഡ് ആവുന്ന എയറിന്റെ മാസ്, വെലോസിറ്റി കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു റിയാക്ഷൻ ഫോഴ്സ് കിട്ടുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഷാസിയുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിലുള്ള സബ് സിസ്റ്റം, നമ്മുടെ വണ്ടിയിലുള്ള എൻജിൻ, നമ്മുടെ വണ്ടിയിലുള്ള ഗിയർ ബോക്സ്, എല്ലാ സാധനങ്ങളും, ഹെഡ്ലൈറ്റ്, സീറ്റ് ഒക്കെ, ഡ്രൈവർ, ഇതൊക്കെ വണ്ടിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പ്രോപ്പറായിട്ട് ഇരിക്കാനുള്ള സ്പേസ്
വണ്ടി നീങ്ങുന്ന സമയത്ത് ഒന്നും ഉരിപ്പുവരുത്, അതുപോലെ ഇരിക്കാനുള്ള ഒരു സ്പേസ്, എല്ലാം മൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ. നമ്മുടെ ആപ്ലിക്കേഷൻ റിക്രിയേഷൻ മാർക്കറ്റ് ആണ്. അപ്പൊ ഓരോ സെഗ്മെന്റിന്റെയും ട്രേറ്റുകൾ നമ്മൾ പറഞ്ഞു, അതിന് ഇത്ര ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ സേഫ്റ്റീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മുടെ വണ്ടി തിരിയാൻ മറിയാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ ഓരോ ആപ്ലിക്കേഷനും അതിന്റെ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു ഷാസി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രെയിം അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റോൾ കേജ് എന്നും പേര് വിളിക്കാം. അപ്പൊ ആ റോൾ കേജ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. അത് ആ ഡ്രൈവറുടെ ആ ഒരു പോർഷനോട് ചേർന്നിട്ട് ഒരുപാട് മെമ്പേഴ്സ് കാണാം. അപ്പൊ അത് അത്രയും മെമ്പേഴ്സ് നമ്മൾ കൊടുക്കാനുള്ള റീസൺ ഡ്രൈവറുടെ സേഫ്റ്റി ഈ ഒരു ആപ്ലിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. സോ ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെ ട്രേറ്റ്, ആ കാര്യം നമുക്കറിയണം. ആൻഡ് ആ ഒരു ട്രേറ്റിനോട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി ഡിസൈൻ ചെയ്യുന്ന ഓരോ എലമെന്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം പറയാൻ വന്നല്ലോ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാവുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ്. ഇപ്പോൾ F1 പറ്റി നിങ്ങൾക്ക് അറിയാം. അപ്പൊ F1 യൂസ് ചെയ്യുന്ന എൻജിൻ, അതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റേസ് ആണ്. അപ്പോൾ ഒരു റേസ് കഴിഞ്ഞാൽ എൻജിൻ മാറ്റി പുതിയ എൻജിൻ വെക്കുക, അങ്ങനെയാണ് അതിന്റെ റിക്വയർമെന്റ്. അപ്പോൾ ആ ഒരു കേസ്, അപ്പോൾ ആ ഒരു സിറ്റുവേഷന് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ സെക്കൻഡുകൾ, മില്ലി സെക്കൻഡുകളിൽ ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ എൻജിൻ നമ്മൾ വളരെ ഫൈനായിട്ട് ഡിസൈൻ ചെയ്യും. അപ്പൊ അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ചെറിയ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ വിൽ നോട്ട് ടേക്ക് ചാൻസ്. അപ്പൊ ഒരു റേസ് കഴിയുമ്പോൾ നമ്മൾ സാധനം മാറ്റാം. അപ്പൊ അതാണ് ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെതായ ബിഹേവിയർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന് നമ്മൾ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബിഹേവിയർ മാച്ച് ആവണം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് മെമ്പേഴ്സ് കൊടുത്തില്ല എങ്കിൽ എന്താണ്, ഈ വെർച്വലിനെ ജഡ്ജ് ചെയ്യാതിരിക്കുന്നവർ ആദ്യം ചോദിക്കുന്നതായിരിക്കും, അയ്യോ ഡ്രൈവർ ഭയങ്കര അൺസേഫ് ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനം റിജക്റ്റ് ആയി. അപ്പൊ അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പൊ ഷാസിയുടെ പർപ്പസ് പറഞ്ഞു, അതിന്റെ ഒരു ക്രൈറ്റീരിയ, സിമ്പിൾ ആയിട്ട് ഒരു ക്രൈറ്റീരിയ പറഞ്ഞു. പിന്നെ സിസ്റ്റം ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടീനെ വെലോസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം. അപ്പൊ അത് അഗെയിൻ നമ്മുടെ കോമ്പറ്റീഷൻ റേസ് ആണ്. അപ്പോൾ ആ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു റിക്വയർമെന്റ് വെച്ചിട്ട് വേണം നമ്മുടെ ബ്രേക്സ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്സ് ഒരുപാട് ഹീറ്റ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂളിങ്ങിന്റെ ഒരു വിഷയം വരും, അല്ലെങ്കിൽ ബ്രേക്സിന്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമ്മൾ വണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ എടുക്കണം. അപ്പൊ നമ്മുടെ വണ്ടി ബ്രേക്സ് ഒരുപാട് ഹീറ്റ് ആവുന്നു, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം ഇല്ലാണ്ടാവരുത്. അല്ലെങ്കിൽ നമ്മളൊരു എന്താണ്, ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു ഓട്ട ഇട്ടു, എന്നിട്ടൊരു പാസേജ് ഇട്ടു ബ്രേക്കിന്റെ അതിലെ കാറ്റ് പോകാൻ, ജസ്റ്റ് അസ്യൂം അങ്ങനെ ഒരു പാത്ത് വേ ഇട്ടു. എന്നിട്ട് നമ്മൾ ഡിസൈൻ പ്രസന്റേഷനിൽ പറയാണ് ഞങ്ങള് എയർ കൂളിംഗ് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന് വേണ്ടി ഒരു പാത്ത് ഇട്ടു എന്ന് പറയുമ്പോൾ അവിടെയാണ് വാല്യൂ ഇരിക്കുന്നത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷന് ഒരുപാട് ബ്രേക്കിംഗ് ആവശ്യം വരും, അപ്പോൾ ഒരുപാട് ഹീറ്റിംഗ് നടക്കും. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡിസൈൻ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു, അതിനാണ് വാല്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ സെൻസ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ? ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അഗെയിൻ സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടീനെ ഡയറക്ഷൻ മാറ്റാൻ ഉള്ള ഒരു സംഭവമാണ്.
ഓക്കെ, എഗെയിൻ ഓരോന്നിനും അതിൻ്റെതായ ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് എന്നുള്ള വാക്കുണ്ട്, വെക്ടറിംഗ് എന്നുള്ള വാക്കുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാക്കുകളുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുക. അതായത് ഇപ്പൊ നമ്മുടെ എന്താ പറയാ പീരങ്കി അല്ലെങ്കിൽ ടാങ്ക് തിരിക്കുന്നതിന് ടോർക്ക് വെക്ടറിംഗ് അങ്ങനെ ഒരു ടേമിലാണ് പറയുക. അപ്പം ഏതാണ് വെക്ടറിംഗ്, ഏതാണ് സ്റ്റിയറിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ വണ്ടി ആസ് എ ഹോൾ അതിനൊരു മോഷനിലൊരു ഇൻവോൾവ്മെന്റ് വരുന്നു, അങ്ങനെ ഒരു സെറ്റപ്പാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ വണ്ടി തിരിക്കണം നമുക്ക്. പിന്നെ സസ്പെൻഷൻ സിസ്റ്റം ആണ് നമ്മുടെ കേസിൽ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. നമ്മുടെ വണ്ടി ഏതാണ്? സ്പോർട്സ് വെഹിക്കിളാണ്. സ്പോർട്സ് വെഹിക്കിളിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വണ്ടി എപ്പോഴും കർവ്സ്, അതായത് നമുക്ക് നമ്മുടെ ട്രാക്കിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ട്രാക്ക് വളരെ കർവി ആയിട്ടുള്ള ട്രാക്ക് ആയിരിക്കാം. അപ്പൊ നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് തിരിക്കേണ്ടി വരും. അപ്പൊ അതിനകത്തുള്ള തിരിവുകൾ എണ്ണം കൂടുതലായതുകൊണ്ട് ഡ്രൈവർക്ക് അതൊരു ഡിസ്കംഫർട്ട് ആവരുത്, അല്ലെങ്കിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി അത് റോൾ ചെയ്ത് മറിഞ്ഞു പോകാനുള്ള സാധ്യത അതൊക്കെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലോങ്ങിറ്റ്യൂണൽ സ്റ്റെബിലിറ്റി, ലാറ്ററൽ സ്റ്റെബിലിറ്റി, അങ്ങനെ കുറെ സ്റ്റെബിലിറ്റികൾ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യണം. അപ്പൊ അതാണ് സസ്പെൻഷൻ സിസ്റ്റം. പിന്നെ മറ്റ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഫ്യൂവൽ ഇഗ്നിഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം, ഇലക്ട്രോണിക് സിസ്റ്റം, അതൊക്കെ നിങ്ങൾ ബൈ നെയിം തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ പെട്രോൾ ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഫ്യൂവൽ എത്തുന്നതാണ് ഫ്യൂവൽ സിസ്റ്റം. ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തം വയറിംഗ്, മറ്റ് ആക്സറീസ് ഒക്കെ പവർ ചെയ്യാനായിട്ടുള്ളത്. ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് സെൻസേഴ്സും കാര്യങ്ങളുണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അതൊക്കെ തമ്മിൽ വരുന്ന സിസ്റ്റം ഇലക്ട്രോണിക് സിസ്റ്റം. ബേസിക് ആയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് ഒരു വണ്ടിക്ക് മസ്റ്റായിട്ടും ഉള്ള, അല്ലെങ്കിൽ ആ വണ്ടിയുടെ ട്രേഡ്സിനെ ബന്ധിപ്പിച്ച് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടത്. ഓക്കെ, സോ ഇത് വണ്ടിയുടെ കുറച്ച് ബേസിക് ടെർമിനോളജി ആണ്, നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രാക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീലിന്റെ, അതായത് ഇപ്പോൾ ഒരു ആക്സിലുള്ള വീലിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു സെന്റർ ലൈൻ. നിങ്ങൾക്ക് കാണാം ഡാർക്ക് പച്ച ലൈൻ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ട്രാക്ക് വിഡ്ത്ത് എന്ന് പറയാ. അലോങ് ദ ലെങ്ത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെ നമ്മൾ വീൽ ബേസ് എന്ന് പറയും. അപ്പോൾ എങ്ങനെ ട്രാക്ക് വിഡ്ത്ത് സെറ്റ് ചെയ്യണം, എങ്ങനെ വീൽ ബേസ് സെറ്റ് ചെയ്യണം, അതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം, അതായത് വീൽ ബേസ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഇതിന്റെ നീളം ഒരുപാട് കൂടുതലാവും. ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ പ്രൊപ്പലർ ഷാഫ്റ്റിന്റെ നീളം. പ്രൊപ്പലർ ഷാഫ്റ്റിന്റെ നീളം കൂടി കഴിഞ്ഞാലുള്ള പ്രശ്നം അത് ഒടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ആ ലെങ്ത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കോംപ്രമൈസ് നമ്മൾ കൺസിഡർ ചെയ്യണം. കൂടുതൽ ലെങ്ത് വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും, അതുപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് തിരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെയും നമുക്കൊരു കോംപ്രമൈസ് വരണം. അപ്പോൾ അതുപോലെ ട്രാക്ക് കൂടുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കൂടും, പക്ഷെ എഗെയിൻ തിരിക്കാൻ ടേണിംഗ് റേഡിയസ് ഒരുപാട് കൂടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ കോംപ്രമൈസ് ആണ്. അപ്പം ആ ഒരു രീതിയിൽ കാര്യങ്ങൾ എടുക്കാം. ഇതാണ് വീൽ ബേസ്, ഇതാണ് ട്രാക്ക് വിഡ്ത്ത്, അത്രയും കാര്യങ്ങൾ തൽക്കാലം നോക്കാം. പിന്നെ വണ്ടിയുടെ മോഷൻ, അതിന് കൺവെൻഷനലി യൂസ് ചെയ്യുന്ന കൺവെൻഷൻ ആണ് ഇത്. ഇപ്പോൾ അലോങ് ദ ലെങ്ത് നമുക്ക് ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ് ഉണ്ട്, അതിന് അബൌട്ട് ആയിട്ടുള്ള മോഷൻ റോളിംഗ് എന്ന് പറയും, റോൾ മോഷൻ എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യട്ടെ നിങ്ങൾ. പിന്നെ ഒരു കാര്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ 4 വർഷത്തിന്റെ ഇടയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലായിടത്തേക്കും നിങ്ങൾക്ക് യൂസ് വരും. അപ്പൊ ഈ റോൾ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കർവ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബോഡി, ഇപ്പൊ നിങ്ങൾ ബസ്സൊക്കെ നോക്കുകയാണെങ്കിൽ ബസ്സൊക്കെ തിരിയുന്ന സമയത്ത് നമുക്ക് കാണാം. അപ്പൊ അത് റോൾ. പിന്നെ പിച്ച് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് എങ്ങനെയാ പൊന്തും, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് താഴും. അപ്പൊ ആ മോഷനെയാണ് പിച്ചിങ് മോഷൻ എന്ന് പറയാ. പിന്നെ യോ മോഷൻ എന്ന് പറയുമ്പോൾ അത് കാറിൽ എങ്ങനെയാ കാണാമെന്ന് ചോദിച്ചാല് സിറ്റുവേഷൻ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ ഒരു വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് മോഷൻ വരുന്നത്. ഓക്കെ, അത്
എന്താണ് നമ്മുടെ പ്ലെയിനിൽ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. പ്ലെയിനിൽ നമ്മുടെ പിന്നിൽ നമുക്ക് റഡർ ഉണ്ട്. ആ റഡർ വെച്ചിട്ടാണ് യോ മോഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ആക്സിസ് അബൌട്ട് ആയിട്ടുള്ള മോഷൻ യോ മോഷൻ. പിന്നെ നമുക്ക് വണ്ടിയുടെ രണ്ട് കാര്യങ്ങൾ: സെന്റർ ഓഫ് ഗ്രാവിറ്റി, വണ്ടിയുടെ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ്. റോൾ സെന്റർ, ഇപ്പോൾ നമ്മൾ സസ്പെൻഷനൊക്കെ പറയുന്ന സമയത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. വണ്ടിയുടെ വീൽസ് നമുക്ക് തിരിയണം, അല്ലെങ്കിൽ വണ്ടിയുടെ ബോഡി തിരിയുമ്പോൾ നമുക്ക് ആ രണ്ട് പോയിന്റിലെ വെലോസിറ്റി അതിന്റെ പെർപെൻഡിക്കുലർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് പറയാം. ഞാൻ ആ ഒരു ഇൻസ്റ്റന്റ് സെന്റർ, അതിൽ നിന്ന് റോൾ സെന്റർ, അതായത് റോൾ സെന്ററിന് അബൌട്ട് ആയിട്ടാണ് വണ്ടി റോൾ ചെയ്യുക. അത്രയും കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ ഓക്കെ അപ്പൊ അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ്. അപ്പോൾ പവർ ട്രെയിനിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ പവർ ട്രെയിനിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? പവർ ജനറേറ്റ് ചെയ്യുന്നു, അത് നമുക്ക് വീൽസിലേക്ക് കൊടുക്കണം. ഓക്കെ, സോ അതാണ് പവർ ട്രെയിനിന്റെ ഫംഗ്ഷൻ. പവർ ട്രെയിനിന്റെ കമ്പോണൻസ്: എൻജിൻ ഉണ്ട്, ഇത് നമ്മുടെ എൻജിൻ, അതാണ് നമ്മുടെ പവർ ഹൗസ്. അവിടെ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ച് അല്ലെങ്കിൽ ബയോഫ്യൂൽ ഒഴിച്ച് കത്തിച്ച് എനർജി ജനറേറ്റ് ചെയ്യുന്നു. ആ എനർജി നമ്മൾ ബാക്കി കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്മിഷൻ, അതിൻ്റെ ഇടയിൽ നമുക്ക് ക്ലച്ച് ഉണ്ട്. ക്ലച്ച് ഇരിക്കുന്ന ഭാഗത്തിനെയാണ് ബെൽ ഹൗസിംഗ് എന്ന് പറയാ. ബെൽ ഷേപ്പ് ആയ കാരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ക്ലച്ച് ഉണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഗിയർ ബോക്സ് എസെൻഷ്യലി ആവണമെന്നില്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ ഡ്രൈവ് ഷാഫ്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്നും കോമൺ ആയിട്ട് പറയാം. ഞങ്ങൾക്ക് പറ്റിയ മറ്റൊരു അബദ്ധം, ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ജഡ്ജി പാനലിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ പറ്റി 1 മിനിറ്റ് സംസാരിക്കാം. അപ്പൊ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ പുള്ളി എന്തോ പെട്ടെന്ന് ഷിപ്പിന്റെ പ്രൊപ്പല്ലറിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോ പക്ഷെ ഇവിടത്തെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റ് ആണ്. നിങ്ങൾ വലിയ ലോറികളിലൊക്കെ ലൈലാൻഡിന്റെ ഒക്കെ ലോറി സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഷാഫ്റ്റ് കിടന്ന് തിരിയാനാണ്, അങ്ങനെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഡ്രൈവ് ഷാഫ്റ്റ് നമ്മൾ വേറെ യൂസ് ചെയ്യാതാണ്. ഞാൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അലർജി പറഞ്ഞതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാല്, നമ്മൾ വണ്ടീനെ പറ്റി, അതായത് ബാഹ്യ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടീനെ പറ്റി നമ്മുടെ ഓക്കെ, അപ്പൊ എൻജിനിൽ നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്യൂവല് കൊടുക്കുന്നു. അപ്പോൾ ഇനി നമ്മളൊരു സ്റ്റെപ്പ് മുകളിലേക്ക് പോവാണ്. നമ്മൾ ഫ്യൂവലിന് പറയുന്നതിന് പകരം ചാർജ് എന്ന് പറയാം. ചാർജ് എന്ന് പറയുമ്പോൾ ഫ്യൂവൽ എയർ മിക്സ്ചർ. ഓക്കെ, ഫ്യൂവൽ എയർ മിക്സ്ചർ ഉണ്ട്. ആ ഫ്യൂവൽ എയർ മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യും? എഞ്ചിനകത്ത് വെച്ച് കമ്പസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, IC എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ കമ്പഷൻ നടത്തി, കമ്പഷനിൽ നമുക്ക് എന്ത് ചെയ്ത് കെമിക്കൽ എനർജി തെർമൽ എനർജി ആയി പിസ്റ്റൺ മൂവ് ചെയ്യുന്നു. തെർമൽ എനർജി മെക്കാനിക്കൽ എനർജി ആയി പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അറ്റാച്ച് ടു ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുന്നു. അവിടെ നമ്മുടെ ടോർക്ക് ജനിക്കുകയാണ്. ടോർക്കാണ് നമുക്ക് ഇനി ഉടനീളം ആവശ്യമുള്ള സാധനം. ഓക്കെ, അപ്പോൾ ഫ്യൂവല് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് ടോർക്ക് കിട്ടി. ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ആലോചിക്കുക. നമുക്കൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, അതാണ് നമ്മുടെ എഞ്ചിൻ. ആ എഞ്ചിനിലേക്ക് നമ്മൾ ഫ്യൂവൽ ഒഴിച്ചു കൊടുത്തിട്ട് കത്തിച്ചു. അപ്പൊ നമുക്ക് ഹീറ്റ് കിട്ടി. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സാധനം കറക്കി. അത്രയും രീതിയിൽ നമുക്ക് എഞ്ചിൻ തൽക്കാലം കോൺസെപ്ച്വൽ ഫേസിൽ ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ഈ എഞ്ചിനകത്ത് എത്രയോ ആയിരക്കണക്കിന് കമ്പോണൻസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് നോക്കേണ്ടത്. ഫസ്റ്റ് ഫേസിൽ ആലോചിക്കുമ്പോൾ വി ഗിവ് ഫ്യൂവൽ, വി ഗെറ്റ് ടോർക്ക്, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ഇനി ഇത് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാണെങ്കിൽ ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ കാർബറേറ്റർ ഉണ്ട്. കാർബറേറ്റർ ഇല്ലാത്ത സെറ്റപ്പ് ഉണ്ട്, ഡയറക്റ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുന്ന കേസ്. കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂവൽ എയർ മിക്സ്ചർ, ചാർജ് ഫോം ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ സിലിണ്ടറിലേക്ക് കമ്പസ്റ്റൻ ആയിട്ട് വരുന്ന ചാർജിന്റെ എമൗണ്ട് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആക്സിലേറ്റർ കൂടുതൽ കൊടുത്താൽ ഒരു വാൽവ് ഉണ്ട്, ആ വാൽവ് കൂടുതൽ ഓപ്പൺ ആവും, അതായത് നമ്മുടെ പൈപ്പ് കൂടുതൽ തുറന്ന പോലെ ആവും. അപ്പൊ കൂടുതൽ ചാർജ് അകത്തോട്ട് വരും. കൂടുതൽ ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്, കത്തുമ്പോൾ കൂടുതൽ എനർജി, ചാർജ് കൂടുമ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും. അപ്പൊ അങ്ങനെയാണ് കാർബറേറ്ററിലെ സെറ്റപ്പ്. ഇനി ഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്ന കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാർബറേറ്റർ ഉണ്ടാവില്ല, മറിച്ച് നമുക്ക് വേറെ കുറെ അറേഞ്ച്മെന്റ്സ് ആണ്. ഹൈ പ്രഷറിൽ ഫ്യൂവല് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അപ്പോൾ ഹൈ പ്രഷറിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അത് ആറ്റമൈസ് ചെയ്ത് മിക്സിംഗ് ഒക്കെ നടന്ന് അതിനകത്ത് കത്തിക്കും. അപ്പൊ അങ്ങനെയുണ്ട്. ആ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ ഈ ആക്സിലറേറ്ററും ഈ ഒരു അനലോജി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എടുക്കാം. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരിക്കും. കൺട്രോൾ യൂണിറ്റ് ആണ് ഈ ഒരു കാര്യം ഗവേൺ ചെയ്യണം. സോ നമ്മളെ ആക്സിലറേറ്റർ കൂടുതൽ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഫ്യൂവൽ അതിന്റെ കാര്യങ്ങൾ എന്ത് വരും, നമ്മുടെ ECU തീരുമാനിച്ചിട്ട് അഗെയിൻ ഈ പറഞ്ഞ ചാർജിന്റെ ക്വാണ്ടിറ്റിയിലാണ് മാറ്റം വരുത്തുന്നത്. സോ ബേസിക്കലി ആക്സിലറേറ്റർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചാർജിന്റെ ക്വാണ്ടിറ്റി നമ്മൾ മാറ്റും. അപ്പൊ നമുക്ക് കത്തിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കുറവ് പവർ കിട്ടും. സോ അങ്ങനെ ഒരു കാര്യം. പിന്നെ റോക്കറാം അത് നമ്മുടെ വാൽവ്സിനെ നിയന്ത്രിക്കുന്നതാണ്. ക്യാം ഷാഫ്റ്റ് ടൈമിങ്ങിനെ നിയന്ത്രിക്കുന്നതാണ്. പിന്നെ കിഡ്നി ഷേപ്പ് കമ്പഷൻ ചാമ്പറിന്റെ ഷേപ്പ് അതിന്റെ മിക്സിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഇൻലെറ്റ് വാൽവ്. അപ്പോൾ എഞ്ചിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കൂട്ടോ. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, ടൈപ്സ് ഓഫ് എഞ്ചിനൊക്കെ. പിന്നെ ക്യാമ് ബെൽറ്റ് വഴി അതിന്റെ ടൈമിങ്ങിന് കാര്യങ്ങൾ. അഗെയിൻ പമ്പ്, അവിടെ നമുക്ക് ഓയിൽ ഉണ്ടായിരിക്കും, കൂളിങ്ങും കാര്യങ്ങളും. ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള ടോർക്ക് എടുക്കാനുള്ള ഐറ്റം. പിന്നെ ഓക്കെ, എഞ്ചിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? അതായത് നമ്മൾ താക്കോലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടർ മോട്ടർ ഉണ്ട്. ആ സ്റ്റാർട്ടർ മോട്ടർ തിരിയും. സ്റ്റാർട്ടർ മോട്ടർ തിരിയുമ്പോൾ ഫ്ലൈ വീൽ ഉണ്ട്, ഫ്ലൈ വീല് തിരിയും. ഇതിനകത്ത് ഫ്ലൈ വീല് ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരറ്റത്ത് നമുക്ക് ഫ്ലൈ വീൽ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഫ്ലൈ വീല് തിരിയും. ഇപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടർ മോട്ടർ ഈ ഫ്ലൈ വീല് തിരിക്കും. എന്നിട്ട് ഒരു സം പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ആ ഇനർഷ്യ കാരണം നമുക്ക് കമ്പഷൻ, സ്പാർക്ക് കൊടുക്കുമ്പോൾ കമ്പഷൻ കിട്ടി. എന്നിട്ട് പിന്നെ എഞ്ചിൻ ഓൺ, ഇറ്റ്സ് ഓൺ, റണ്ണിങ് നടക്കും. അപ്പൊ അങ്ങനെയാണ് എഞ്ചിന്റെ വർക്കിംഗ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ എഞ്ചിന്റെ ടൈപ്സ്. അത് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫ്യൂവൽ യൂസ് ചെയ്തിട്ട്, ഫ്യൂവൽ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഇപ്പോൾ പെട്രോൾ, ഡീസൽ, ഗ്യാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്രോൾ എഞ്ചിനെ നമ്മൾ അത് വരുന്നുണ്ട്. പിന്നെ നമ്പർ ഓഫ് സ്ട്രോക്സ് വെച്ചിട്ട് പറയാം. 2 സ്ട്രോക്ക് ആണോ 4 സ്ട്രോക്ക് ആണോ? ഈ സ്ട്രോക്സിന്റെ നമ്പറും ഒരു കാര്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്ക് ആണെങ്കിൽ അതിന്റെ എന്താ പറയുക, ഫ്രീക്വൻസി, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു കേസാണ്. 4 സ്ട്രോക്ക് ആണെങ്കിൽ ഒരു സൈക്കിളിൽ 4 തവണ അടിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ അല്ലെങ്കിൽ എന്താണ്, ഒരു സൈക്കിളിൽ 2 റൊട്ടേഷൻ അങ്ങനെ. അപ്പോൾ അതിന്റെ ഒരു റെലവൻസ്, സിഗ്നിഫിക്കൻസ് എവിടെയോ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ നമ്മൾ മോഡൽ അനാലിസിസ് ചെയ്യും. മോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് മോഡൽ അനാലിസിസ്. മോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ കേസിൽ എക്സൈറ്റിംഗ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ എഞ്ചിന് വരുന്ന ഫ്രീക്വൻസി, റോഡിലെ ഡിസ്റ്റർബൻസ് എന്ന് വരുന്ന ഫ്രീക്വൻസി, അതൊക്കെയാണ് നമ്മുടെ എക്സൈറ്റേഷൻ ഫ്രീക്വൻസീസ്. അപ്പോൾ മോഡൽ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാം. അപ്പോൾ സംഹൗ നമ്മളിപ്പോൾ 2 കമ്പോണന്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ച് അവർ തമ്മിൽ സെയിം ആയിട്ട് വരാണെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ റെസൊണൻസ് സംഭവിക്കും. അപ്പോൾ ഒരു കമ്പോണന്റ് ഒരുപാട് കടന്ന് അടിക്കാം, ഒരുപാട് കടന്ന് അടിക്കാം. അപ്പോൾ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും.
അപ്പൊ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട് എഞ്ചിന്റെ മൗണ്ട്, അതിന്റെ ഡിസൈൻ, അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണം. ഒരു റബ്ബർ കുഷ്യനിലായിരിക്കും ഇത് മൗണ്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പൊ അതിന്റെ സ്റ്റിഫ്നെസ് എങ്ങനെ തീരുമാനിക്കണം, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആണ്. ഫോർ നൗ വി ഗിവ് ഫ്യൂവൽ, വി ഗെറ്റ് ടോർക്ക്, അത്രയും ആലോചിക്കാം. നമ്പർ ഓഫ് സ്ട്രോക്സ്, പിന്നെ ഇഗ്നിഷൻ ടൈപ്പ്, സ്പാർക്ക് ഇഗ്നിഷൻ, കംപ്രഷൻ ഇഗ്നിഷൻ. പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ സ്പാർക്ക് ഇഗ്നിഷൻ ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പഠിക്കും. റീസൺ, പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മളൊരു തീപ്പൊരി ഉണ്ടെങ്കിൽ കത്താം. ഡീസൽ എന്ന് പറയുമ്പോൾ അത്ര വോളറ്റൈൽ അല്ല, അവിടെ നമ്മൾ കംപ്രഷൻ ഇഗ്നിഷൻ. ഓക്കെ. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ട്. 4 സിലിണ്ടർ, 6 സിലിണ്ടർ, 8 സിലിണ്ടർ. അത് ഓരോന്ന് മാറുന്നതിനനുസരിച്ച് ബാലൻസിങ്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ബാലൻസിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കും. പിന്നെ ഇപ്പൊ മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിനെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കാനുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഡിസൈൻ ആണ്. ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ, ഇപ്പം എല്ലാവരും മെക്കാനിക്കലറാണെന്ന് ആശയമാണ്. അപ്പോൾ നിങ്ങൾ കോഴ്സിൽ മെഷീൻ ഡിസൈൻ പഠിക്കും. അപ്പോൾ അതിനകത്ത് ഓരോ നട്ടും ബോൾട്ടും തൊട്ട് എല്ലാ സാധനവും ഡിസൈൻ ചെയ്യണതുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് എല്ലാ കമ്പോണന്റിലും വരുന്നത്, എല്ലാ ലോഡുകളും. ഓക്കെ. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടവർക്ക് നോക്കേണ്ടത് ദേ മസ്റ്റ് നോ ഫിസിക്സ്, MOS, മെഷീൻ ഡിസൈൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഇതിൽ ഓരോ സാധനവും നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഉള്ളത് എന്താണ്, അറേ ഓഫ് സിലിണ്ടേഴ്സ്. ഇൻലൈൻ അറേഞ്ച്മെന്റ് ഉണ്ട്, V ടൈപ്പ് ഉണ്ട്, W ടൈപ്പ് ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട്. V ടൈപ്പ് എഞ്ചിൻ, V ഷേപ്പിലായിരിക്കും സിലിണ്ടേഴ്സ് അറേഞ്ച് ഉണ്ടാവുക. അങ്ങനെ പിസ്റ്റൺ മോഷൻ എന്ന് പറയുമ്പോൾ സാധാരണ എഞ്ചിൻസ് നമ്മൾ കാണുന്ന റെസിപ്രോക്കേറ്ററി ടൈപ്പ്. പിന്നെ റേഡിയൽ എഞ്ചിൻസ് ഉണ്ട്. ഈ വിമാനത്തിന്റെ പ്രൊപ്പല്ലർ ഒക്കെ, പ്രൊപ്പല്ലർ പവർഡ് എഞ്ചിൻസ് ആണെങ്കിൽ അത് മിക്കവാറും റേഡിയൽ എഞ്ചിൻസ് ആണ്. പിന്നെ ബേസ്ഡ് ഓൺ കപ്പാസിറ്റി, നമ്മൾ വണ്ടിയുടെ CC പറയും, അതാണ് വണ്ടിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ കപ്പാസിറ്റി ആണ് എഞ്ചിന്റെ. ഇപ്പൊ 4 സിലിണ്ടർ, ഇപ്പൊ 1 ലിറ്റർ എഞ്ചിനാണ്, 4 സിലിണ്ടറിനെങ്കിൽ ഒരു സിലിണ്ടറിന്റെ കപ്പാസിറ്റി 1/4 ലിറ്റർ എന്ന് പറയാം. ഓക്കെ. എക്സാക്ട്ലി 1/4 ലിറ്റർ, അതായത് ലിറ്ററും CCയും ഈക്വലന്റ് അല്ല. ഇപ്പൊ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 996 cc, ഓൾമോസ്റ്റ് 1 ലിറ്ററിന് അടുത്ത്. പക്ഷെ സം ഫാക്ടർ വ്യത്യാസം ഉണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ. ഞാനിപ്പോൾ അത് റെപ്രസെന്റേഷൻ ആണ് ആ വാല്യൂ കൊടുത്തു നോക്കണേ. സോ അപ്പൊ CC എന്ന് പറയുമ്പോൾ CC കൂടിയ വണ്ടി എന്ന് പറഞ്ഞാലോ, അപ്പൊ അവിടെ നമുക്ക് കൂടുതൽ ചാർജിനെ ഒരു സിംഗിൾ സൈക്കിളിൽ എടുക്കാം. അപ്പൊ എന്താണ്, കൂടുതൽ പവർ കിട്ടും. CC കൂടാന്ന് പറയുമ്പോൾ എന്താണ്, എഞ്ചിന്റെ സൈസ് കൂടാന്നുള്ളതാണ് അത് ഇംപ്ലൈ ചെയ്യണം. ഓക്കെ. സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ സാധനം കത്തിക്കാം, ഒബ്വിയസ്ലി നമുക്ക് കൂടുതൽ പവർ കിട്ടും. അതാണ് അതിന്റെ കണക്ഷൻ. ഓക്കെ. ഓക്കെ. അപ്പോൾ 8 മണി ആയിരിക്കാണ്. ഞാൻ ഈ സ്ലൈഡിൽ നിർത്താം, ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ബാഹര എഞ്ചിൻ, അതാണ് ഇനി നമുക്ക് നോക്കേണ്ട ഒരു സാധനം. അപ്പൊ നമ്മുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് പവർ പ്ലാന്റ് അല്ലെങ്കിൽ എഞ്ചിൻ നമുക്ക് എന്താണ് റൂൾ ബുക്ക് വഴി നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്, ഈ എഞ്ചിൻ യൂസ് ചെയ്താൽ മതി. സോ എഞ്ചിനെ പറ്റി ഇനി നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന എഞ്ചിൻ ഇതാണ്, അത് വെച്ച് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ. ബട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്ത് കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത്. ഓക്കെ. ബാഹര എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഈ എഞ്ചിൻ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അപ്പൊ അതില് ഓരോ ക്യാരക്ടേഴ്സും, ആ ഓരോ ക്യാരക്ടേഴ്സും വെച്ചിട്ട് നമുക്ക് സ്പെസിഫിക്കേഷൻ പറയാം. അതായത് എൻ്റെ കയ്യിൽ ഒരു എഞ്ചിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പെട്രോൾ ആണോ, ഡീസൽ ആണോ, ഗ്യാസ് ആണോ, 2 സ്ട്രോക്ക് ആണോ, 4 സ്ട്രോക്ക് ആണോ, സ്പാർക്ക് ഇഗ്നിഷൻ ആണോ, കംപ്രഷൻ. പെട്രോൾ എന്ന് പറയുമ്പോൾ സ്പാർക്ക് അത് മനസ്സിലാവും. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എത്രയാണ്, അറേ എങ്ങനെയാണ്, പിസ്റ്റൺ മോഷൻ എങ്ങനെയാണ്, എത്ര CC ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ ആയി. ഓക്കെ. ആ സ്പെസിഫിക്കേഷനിലേക്ക് എങ്ങനെ എത്തണം, അതാണ് സൈസിങ്. പക്ഷെ ഒബ്വിയസ്ലി നമുക്ക് എഞ്ചിൻ തന്നിട്ടുള്ളത് കൊണ്ട് ആ സൈസിങ് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ബാഹര എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ ആണ്, 4 സ്ട്രോക്ക് ആണ്, 305 CC ആണ്, സിംഗിൾ സിലിണ്ടർ ആണ്. ഇപ്പോൾ ഒരു സിലിണ്ടറിന്റെ വോളിയം 305 CC. മാക്സിമം ടോർക്ക് 20 ന്യൂട്ടൺ മീറ്റർ ആണ്. ടോർക്ക് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്.
1 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് 10 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ ലെങ്ത്തിൽ ഒരു 10 ന്യൂട്ടൺ മാസ് നമ്മൾ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൽ എന്തോരം റിയാക്ഷൻ വരും, അല്ലെങ്കിൽ റിയാക്ഷൻ മൊമെന്റ് കൊടുക്കണം. അതാണ് ടോർക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ടോർക്ക് 20 ന്യൂട്ടൺ മീറ്റർ ആണ്. അത് അഗെയിൻ നമ്മൾ എന്താണ് ഒരു പ്ലെയിനിന് ഒരു നോർമൽ പറയുന്നത് പോലെ മാക്സിമം ടോർക്ക് മാക്സിമം RPO ദേ ഡോൺ അവരൊരു പർട്ടിക്കുലർ സ്പീഡിലാണ് നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുക എഞ്ചിന്റെ. ഇപ്പൊ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഐഡിൽ സ്പീഡ് ഉണ്ട്, ഒരു മാക്സിമം RPM സ്പീഡ് ഉണ്ട്. ആ മാക്സിമം RPM വിട്ടുപോയി കഴിഞ്ഞാൽ എഞ്ചിൻ സേഫ് അല്ല, എഞ്ചിൻ കൊളാപ്സ് ചെയ്യാം. അപ്പൊ ആ ഒരു റേഞ്ചാണ് എഞ്ചിന്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മാക്സിമം ടോർക്ക് 20 ന്യൂട്ടൺ മീറ്റർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു എഞ്ചിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പിന്നീട് അതിന്റെ സിഗ്നിഫിക്കൻസ് പറയാം. ഓക്കെ, ഇതാണ് ബാഹേര എഞ്ചിന്റെ എന്താണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എഞ്ചിൻ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് പവർ ട്രെയിനിൽ നോക്കിയാൽ എന്താണ്, നമ്മുടെ കയ്യിൽ എഞ്ചിൻ അവർ തന്നു. റൂൾ ബുക്ക് പ്രകാരം നമുക്ക് എഞ്ചിന്റെ ട്യൂണിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ എഞ്ചിന് നമുക്ക് കിട്ടുന്ന ടോർക്ക് ദാറ്റ് ഈസ് ഫിക്സഡ്. അത് ഒരു പർട്ടിക്കുലർ RPMത്തിലാണ്. ആ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് ഇനി മാറ്റം വരുത്താവുന്നത് എവിടേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ കരവിരുത് എന്ന് പറയുന്നത് എവിടേക്കാണ്? ട്രാൻസ്മിഷൻ. ഓക്കെ, ട്രാൻസ്മിഷനിൽ നമുക്ക് കൈവയ്ക്കാം. പ്രൊപ്പലർ ഷാഫ്റ്റ് ജസ്റ്റ് മീഡിയേറ്റർ ആണ്. പിന്നെ ഡിഫറൻഷ്യലിൽ നമുക്ക് കൈവയ്ക്കാം. പിന്നെ അങ്ങനെ അതാണ് നമ്മുടെ പവർ ട്രെയിനിൽ വരുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മുടെ പ്രോസസ്സ്, അതായത് നമ്മുടെ അപ്ലിക്കേഷൻ എന്താണെന്ന് ആലോചിക്കുക. ഈ ഒരു ഡിസൈൻ പ്രോസസ്സ് എന്താന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ബാഹേര റൂൾ ബുക്ക് പറ്റുകയാണെങ്കിൽ പഴയ റൂൾ ബുക്ക് ഗൂഗിളിലുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഗോ ത്രൂ ദം. ഈ പറഞ്ഞ എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, എന്താണ് പിന്നെ എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊന്ന് നോക്കുക. പിന്നെ സബ് സിസ്റ്റംസിനെ പറ്റി നോക്കുക. ഓരോ സബ് സിസ്റ്റത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇതിലെ ഓരോ ഫാക്ടറും അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അല്ലെങ്കിൽ വീൽ ബേസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വണ്ടിക്ക്, ട്രാക്ക് വിഡ്ത്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പവർ ട്രെയിൻ എന്താണ്, പവർ ട്രെയിനിലെ എലമെന്റ്സ് എന്താണ്, എഞ്ചിൻ എന്താണ്, എഞ്ചിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ എന്താണ്, ഓരോ സ്പെസിഫിക്കേഷന്റെയും മീനിങ് എന്താണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിൻ സൈസിങ് ആണ്. എഞ്ചിൻ സൈസിങ്ങില് ഇതാണ് നമ്മളെ കാര്യം. ഹൗ ഷുഡ് ഐ സെലക്ട് മൈ എഞ്ചിൻ? ഓക്കെ, ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈവൻ ദോ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ടി വരുന്നില്ല എങ്കിലും ഇതിന്റെ ഫംഗ്ഷനും ഇതിന്റെ സൈസിങ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അഗെയിൻ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്താണ് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ഹോഴ്സ് പവർ എന്നായിരിക്കും ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അതിനൊക്കെയുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.